ഉസ്താദ് നിങ്ങൾ എത്ര വഴുതു പറഞ്ഞാലും ഞങ്ങൾ മാറൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ കുട്ടികൾ പറയുന്നത് നിങ്ങൾ എത്ര തലകുത്തി കിടന്നു പറഞ്ഞാലും ഞങ്ങൾ മാറൂല. കാരണം ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ഈ ജീവിതം സുഖിക്കാനുള്ളതാണ്. നിങ്ങൾ പറയുന്നത് പോലെ മരണത്തിന് ശേഷമുള്ള ആ സ്വപ്ന ലോകത്തിന് വേണ്ടി മാറ്റിവെക്കാനുള്ളതല്ല, ഇത് ആസ്വദിക്കാനുള്ളതാണെന്നാ പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരും. ഞാൻ ഇരുന്നോട്ടെ, എനിക്ക് ചെറുതായിട്ട് തല കറങ്ങുന്നുണ്ട്, ഇരുന്നോട്ടെ. ബ്ലഡ് കുറവായത് കാരണം ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ് ബ്ലഡ് കുത്തിയിടാൻ. ഞാനാണെങ്കിൽ ഇനി വേറൊരു ബ്ലഡ് കുത്തിക്കേറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നടക്കാം. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. കാശില്ലാത്ത ഒരു ഉപദേശം. നമ്മളെപ്പോഴും വാഴ് പറയുമ്പോ ഈ പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണം. ഞാനാണെങ്കിൽ 9 വർഷം മുമ്പ് പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞു പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. എനിക്കിപ്പോ 29 കേസുണ്ട്. അള്ളാഹു കണ്ടിരിക്കുമാറാകട്ടെ. കേട്ടോ, 29 കേസാണ്. എന്തിന്? പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്നു എന്ന് പറഞ്ഞതിൽ മാത്രം. വനിതാ കമ്മീഷൻ പരലോകമൊക്കെ ഉണ്ടോ? അള്ളാഹു നമ്മുടെ പരലോകം നന്നാക്കി തരുമാറാകട്ടെ. എപ്പോഴാണ് ഈ പണ്ടാരം വരണേന്നറിയില്ല. അതുകൊണ്ട് ലൈവെന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാണ്. എന്തെങ്കിലും പറഞ്ഞ സത്യത്തിൽ ഈ പെണ്ണുങ്ങളെ എടീന്ന് പോലും വിളിക്കാൻ പാടില്ല എന്നാണ്. അതും കുറ്റമാണ്. ഭാര്യമാരെ ഒന്നും അങ്ങനെ വിളിക്കണ്ട കേട്ടോ. അള്ളാഹു നമുക്ക് നല്ല ജീവിതം തെരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ മക്കളൊക്കെ ചാനലിൽ കയറി നിന്നിട്ട് ഇതൊക്കെ കുറെ ഞങ്ങളുടെ കുടുംബത്തില് ചില എന്താ പറയാ അറിവ് കൂടിയവര് കളിയാക്ക കുട്ടികൾ പഴയ അവരൊക്കെ അതൊക്കെ ഇങ്ങനെ പുച്ഛത്തോടു കൂടി പറയുന്നു. ഇതൊക്കെ പഴഞ്ചൻ ആചാരങ്ങൾ എന്നാ പറയുക. ഇതൊരു ധൈര്യമെന്നറിയോ? അവരുടെ കൂടെ നിൽക്കാനും വിളിക്കാനും ആളുണ്ട്. ഞങ്ങൾക്ക് എന്തും പറയാനുള്ള അവകാശമുണ്ട്. ജീവിതം ആസ്വദിക്കാനുള്ളത് ആസ്വദിക്കും മക്കളെ. നിങ്ങളോട് ആരെങ്കിലും ആസ്വദിക്കണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞോ? നിങ്ങളോട് ആസ്വദിക്കണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞു. ഉസ്താദ്മാർക്ക് വെച്ച് എനിക്ക് വേണ്ട. നിങ്ങൾ ആസ്വദിക്കണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞു. ആസ്വദിക്ക്, അതെന്ത് വേണേലും ചെയ്യ്. നമ്മളിപ്പോ എന്താ അതൊക്കെ പറയുക? പണ്ടൊരു മുസ്ലിം പെൺകുട്ടി ഒരു അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര വാർത്തയായിരുന്നു, വലിയ സങ്കടമായിരുന്നു. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞപ്പോ കമന്റ്സ് ഉണ്ട് അതിന്റെ താഴെ ഇങ്ങനെ കമന്റ്സ് എഴുതിയപ്പോ ഒരു പയ്യൻ എഴുതിയ ഒരു കമന്റ്സ് എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. അവൻ പറയുന്നു, പോയതൊക്കെ പോകട്ടെടാ, സ്വർഗത്തിൽ അത്രയ്ക്ക് സ്ഥലം ഒഴിഞ്ഞു കിട്ടിയില്ലേ, നമുക്കവിടെ പോയി അടിച്ചു പൊളിക്കാറ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പോയതൊക്കെ പോകട്ടെ, നമ്മളിപ്പോ ഇതിലാ നോക്കണേ. ഞാൻ ആ പയ്യൻ പറഞ്ഞ മറുപടിയോട് ഞാൻ ഇപ്പോഴും മനസ്സുകൊണ്ട് ഓൻ പറഞ്ഞതിന്റെ നിലമ്പർ പോയതൊക്കെ പോകട്ടെ, അത്രയും സ്ഥലം ഒഴിഞ്ഞില്ലേ, നമുക്ക് അവിടെ പോയിട്ട് അടിച്ചു പൊളിക്കാം, അല്ലാതെ നമുക്കൂടെ പോകാതല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ തെറ്റ് ചെയ്യണോ, നിങ്ങൾക്ക് ആസ്വദിക്കണോ, നിങ്ങൾക്ക് അടിച്ചു പൊളിക്കണോ? ഞങ്ങളിങ്ങനെ പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അനുസരിക്ക്. നിങ്ങൾ കളിച്ചും ആസ്വദിച്ചും സുഖിച്ചും നിങ്ങളുടെ കൂടെ നിൽക്കാനും പിടിക്കാനും എല്ലാ ആളുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന പരിഹാസവും കളിയാക്കലും ഒരു പ്രഭാഷണം കേട്ടാൽ ആ പ്രഭാഷണത്തിന്റെ അടിയിൽ കയറിയിട്ട് നമ്മുടെ സമുദായം നാണം കെടുത്തുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ മോശമാക്കുന്ന രീതിയിലാണ് കമന്റ്സ് എഴുതുന്നത്, പരിഹസിക്കുന്നത്, കളിയാക്കുന്നത്. എല്ലാം നിനക്കൊരു ബലമാണ്, നിന്റെ കൂടെ ആളുണ്ടെന്നുള്ള ധൈര്യമാണ്. എന്നാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് പറഞ്ഞു തരാം. ആസ്വദിക്കണോ, അടിച്ചു പൊളിക്കണോ, സുഖിക്കണോ, എന്ത് വേണമെങ്കിലും ചെയ്യ്. എന്നാ നീ ഒരു കാര്യം മറന്നു പോകരുത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പെങ്ങളെ പറയുകയാ, വിഭജിക്കരുതെന്നല്ല പറഞ്ഞത്, വിഭജിക്കരുതെന്നല്ല പറഞ്ഞത്. വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷാ. വിചാരത്തിലേക്ക് അടുക്കുന്നത് പോലും ചെയ്യരുതെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പെങ്ങളോട് പറയുകയാണ്, കൂടെ പഠിക്കുന്ന ഒരുത്തം വന്ന് നിന്റെ ശരീരത്ത് തൊട്ടാൽ പെങ്ങളെ തെറ്റല്ലേ മോളെ, വിചാരമല്ലേ മോളെ, ഹറാമല്ലേ മോളെ,